കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ചൊരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രക്ഷണ്യ പദ്ധതിയിൽ സകല മനുഷ്യരുമുണ്ട്. കർത്താവിൻ്റെ രക്ഷണീയ പദ്ധതിക്കകത്ത് ഒരാൾ പോലും അതിൻ്റെ പുറത്തല്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കർത്താവ് ഒരു രക്ഷണീയ പദ്ധതി ഒരുക്കാനിടയായിത്തീർന്നത്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ മാലാഖമാരിങ്ങനെ വിളിച്ചു പറഞ്ഞു, സകല ജനത്തിനും ഉണ്ടാകാനുള്ള ആ സുവിശേഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, സകല ജനത്തിനുമുള്ള മഹാസന്തോഷമാണ് യേശു കർത്താവ്. അപ്പോൾ യേശു കർത്താവിൻ്റെ രക്ഷണീയ പദ്ധതിയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ആരും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും ആ രക്ഷയുടെ ഉള്ളിലാകണം. ആ രക്ഷ അവർക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ഇവിടെ പറയുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങൾ പറയാം, ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത് കൃപായുഗമാണ്. കർത്താവിന് നമ്മളോട് കൃപയുള്ള, കർത്താവിന് നമ്മളോട് കരുണയുള്ള, കർത്താവിൻ്റെ കരുണയും കൃപയും ധാരാളമായി അനുഭവിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ കൃപ അനുഭവിക്കേണ്ട ആ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ കർത്താവിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കണം. കർത്താവിന് നമ്മളുടെ കൃപ തോന്നിയത് കൊണ്ടാണ് ഇന്നും നമ്മൾ ആരോഗ്യത്തോടിരിക്കുന്നത്. ഈ രാവിലെയും നമ്മൾ എഴുന്നേറ്റത്, ഈ രാവിലെയും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കർത്താവിന് എന്നോടും നിങ്ങളോടുമുള്ള കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി അനുഭവിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും ഇന്ന് ഭാരത്തോടും വിഷമത്തോടൊന്നും ആയിരിക്കേണ്ട. നമ്മളുടെ കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിന് നമ്മളുടെ കരുണയാണ്. ആ ദൈവത്തിൻ്റെ കരുണ ഇന്ന് പകൽ മുഴുവൻ നമ്മളെ അത്ഭുതകരമായി നടത്തും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരു കർത്താവിൻ്റെ കൃപ ഉദിച്ചു നിൽക്കുന്നു. ആ കൃപ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ, ആ കർത്താവിൽ ആശ്രയിച്ചാൽ ഈ പകൽ നിങ്ങൾ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു പകലായി മാറും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും അതിനൊരു ഉത്തരമുണ്ട്. അത് കർത്താവിൻ്റെ കൃപയാണ്. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചപ്പോൾ, തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിലെ ജയിക്കാൻ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന ആ ദൈവകൃപ ഇന്ന് പകലും നമുക്ക് അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും കർത്താവ് ഇടയാക്കട്ടെ. അത്ഭുതമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ കർത്താവ് പകൽക്കാലം ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആ കൃപ ഓരോ നിമിഷവും അനുഭവിക്കാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണം. ആ ദൈവകൃപയിൽ ജീവിക്കാൻ, ആ ദൈവകൃപയിൽ നടക്കാൻ കർത്താവ് ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ അവിടുത്തെ കൃപ കൂടി ഇരിക്കുന്നതോടെ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലവും നമുക്ക് ആ കർത്താവിൻ്റെ കൃപ ധാരാളമായി അനുഭവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ജീവിതം അത്ഭുതമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു.